ഹായ്. ഹൗസ് ബിൽഡിംഗ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് പലർക്കും പറ്റുന്ന ചില മിസ്റ്റേക്കുകളാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അതിൽ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നിങ്ങൾ യൂസ് ചെയ്യുന്ന ലാപ്ടോപ്പ് ആണെങ്കിലും ഫോൺ ആണെങ്കിലും നല്ല ക്യാമറ ക്വാളിറ്റി ഉള്ളതായിരിക്കണം. അതുപോലെ തന്നെ ഇന്റർനെറ്റ് കണക്ഷൻ, വൈഫൈ ആണെങ്കിലും ഇന്റർനെറ്റ് ആണെങ്കിലും സ്റ്റേബിൾ ആയിരിക്കണം. അതുപോലെ തന്നെ റേഞ്ച് ഉള്ള സ്ഥലത്ത് വേണം ഇരിക്കാനായിട്ട്. പിന്നെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാതിരിക്കാൻ നോക്കുക. അതായത് ഏതെങ്കിലും ഒരു റൂമിൽ, അടച്ചിട്ട റൂമിൽ അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ്. അടുത്തായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഇരിക്കുന്ന റൂമിന്റെ ബാക്ക്ഗ്രൗണ്ട് എപ്പോഴും പ്ലെയിൻ ആയിട്ടിരിക്കാൻ നോക്കുക. അതായത് ഒന്നുകിൽ ബ്രൈറ്റ് കളേഴ്സ് അല്ലെങ്കിൽ പേസ്റ്റൽ കളേഴ്സ്, അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വേണം ഇരിക്കാനായിട്ട്. പിന്നെ ഫോൺ ആണെങ്കിലും ലാപ്ടോപ്പ് ആണെങ്കിലും നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്ത് വെക്കുക. പരമാവധി ആ റൂമിൽ ആരും കയറാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇന്റർവ്യൂ നടക്കുന്ന ടൈമിൽ. അതുപോലെ തന്നെ എപ്പോഴും ലൈറ്റിന്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ വിൻഡോന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഇരിക്കുക. ഏതെങ്കിലും ഒരു ലൈറ്റ് സോഴ്സിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കുക. അടുത്തായിട്ട് ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനിരിക്കുമ്പോൾ ഒരു ചെയറിൽ ഇരിക്കാൻ നോക്കുക. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ലാപ്ടോപ്പ് ആണെങ്കിലും ഫോൺ ആണെങ്കിലും ക്യാമറ എപ്പോഴും നമ്മുടെ ഐക്ക് നേരെ ആയിരിക്കണം വെക്കേണ്ടത്. ഒരു സ്റ്റാൻഡ് യൂസ് ചെയ്തിട്ടോ ബുക്ക് വെച്ചിട്ടോ എങ്ങനെയെങ്കിലും ക്യാമറ നല്ലോണം പ്ലേസ് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ കൈ എപ്പോഴും വിസിബിൾ ആയിരിക്കണം. എല്ലാം നല്ല നീറ്റായിട്ട് കാണുന്ന രീതിയിൽ വേണം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനിരിക്കുമ്പോൾ. അടുത്തത്, ഏതൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴും അവരെന്തെങ്കിലും പറയുമ്പോൾ തല ആട്ട, അല്ലെങ്കിൽ നമ്മൾ നല്ല അറ്റൻറ്റീവായിട്ട് ഇരിക്കുന്നുണ്ടെന്ന് അവർക്ക് തോന്നണം. സോ അതുപോലെ ഒരു സ്മൈൽ എപ്പോഴും നല്ലോണം കീപ്പ് ചെയ്യുക, ടെൻഷനൊന്നും അടിക്കാതിരിക്കുക. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് കോൺഫിഡൻസ് ആണ്. എന്ത് ചോദിക്കുമ്പോഴും അത് പറയാൻ പറ്റുന്ന രീതി ആദ്യം നല്ലോണം ശ്രദ്ധിച്ച് കേട്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ അത് എന്താണെന്ന് ചോദിക്കുക. അല്ലെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് ആ ചോദിച്ച ക്വസ്റ്റിന് നല്ല ക്ലിയർ ആയിട്ട് ആൻസർ പറയുക. പിന്നെ ഏതൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിന് മുൻപും ഒരു വീഡിയോ പോലെ നമ്മൾ സെൽഫായിട്ട് ഒരു വീഡിയോ എടുത്ത് വെക്കുക. നമ്മുടെ പൊസിഷൻ കറക്റ്റ് ആണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് നമ്മുടെ പൊസിഷൻ കറക്റ്റ് ആണോ, നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. ഒപ്പം തന്നെ അവർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും സംസാരിക്കുമ്പോൾ നല്ല സൗണ്ടിൽ സംസാരിക്കാൻ നോക്കുക. കാരണം ചിലപ്പോൾ നമ്മൾ പറയുന്നത് എത്രത്തോളം കേൾക്കുന്ന അറിയില്ല. നമ്മളിപ്പോൾ ഹെഡ്സെറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലൊക്കെ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഹെഡ്സെറ്റ് ഒന്നും യൂസ് ചെയ്യാതെ എന്താ പറയുക, ആ ഒരു റൂമിൽ നല്ല സൗണ്ടിൽ സംസാരിക്കാൻ നോക്കുക. ഇത്ര നേരം പറഞ്ഞതുപോലെ തന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഡ്രസ്സിങ്സ്. ഗേൾസ് ആണെങ്കിൽ ടീഷർട്ട് അല്ലെങ്കിൽ ഷർട്ട് വിത്ത് ലൈറ്റ് കളേഴ്സ് ആണെങ്കിൽ ബെസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഹെയർ നല്ലോണം കോംബ് ചെയ്തിരിക്കണം. പോണിറ്റെയിൽ ആണെങ്കിൽ ഓക്കെയാണ്. ബോയ്സ് ആണെങ്കിൽ കോളർ അല്ലെങ്കിൽ ഷർട്ട്, കോളറൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഫോർമൽ ആയിട്ടിരിക്കും, അതായിരിക്കും ബെസ്റ്റ്. അതുപോലെ തന്നെ ഹെയർ കോംബ് ചെയ്യുക. പിന്നെ ഷേവ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നല്ലോണം ശ്രദ്ധിച്ച് നല്ലോണം ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.